പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാണ്. വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2025 ആഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 12 വരെയുള്ള, അതായത് 1200 കർക്കിടക മാസം 21 മുതൽ 27 വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല, ഇടവൻ രാശിയിലുമില്ല. മിഥുനൻ രാശിയിൽ ഗുരുശുക്രന്മാർ, കർക്കിടകത്തിൽ സൂര്യൻ ബുധൻ, ചിങ്ങത്തിൽ കേതു, കന്നിയിൽ കുജൻ ചൊവ്വ, ധനുരാശിയിൽ ചന്ദ്രൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്ക് എപ്രകാരം അനുകൂലമായി വരും എന്ന ചിന്തയാണ് നാം ഇവിടെ നടത്തുന്നത്. മേടൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിക്കാർക്ക് രാശി അധിപനായ ചൊവ്വ 6ാം ഭാവത്തിൽ നിൽക്കുന്നു, രാശിയിലേക്ക് നോക്കുന്നു. ചൊവ്വക്കൊരു വിശേഷ ദൃഷ്ടിയുണ്ട്, ചതുരസ്രം. എല്ലാ ഗ്രഹങ്ങൾക്കും 7ാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി, പക്ഷേ 3 ഗ്രഹങ്ങൾക്ക് വിശേഷ ദൃഷ്ടി പറഞ്ഞിട്ടുണ്ട്. വ്യാഴത്തിന് 5ലും 9ലും, ചൊവ്വയ്ക്ക് ചതുരസ്രം 4ലും 8ലും, ശനിക്ക് 3ലും 10ലും. ത്രിദശ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3ലും 10ലുമാണ് ശനിക്കുള്ള ദൃഷ്ടി. ഇത് വിശേഷ ദൃഷ്ടിയാണ്. ഇവിടെ മേടൻ രാശിക്കാർക്ക് ഒരു വിശേഷ ദൃഷ്ടിയാണ് ചൊവ്വയുടേത്. ആ ചൊവ്വ അഷ്ടമത്തിലേക്ക് വിശേഷ ദൃഷ്ടിയുണ്ട്. അത് മേടൻ രാശിക്ക് ബലം കൂടുതൽ പ്രദാനം ചെയ്യുന്ന ഒരു വാരമാണിത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, മേടം രാശിക്കാർക്ക് ശാരീരികമായി നാം എപ്പോഴും പറയാറുണ്ട്, ദുർബലജാനുഹു, കാൽമുട്ടുകൾക്കുണ്ടാകുന്ന ബലക്കുറവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക മേടൻ രാശിക്കാരെയാണ്. പിന്നെ 12 രാശിക്കാരിലും ബാധിക്കാറുള്ളത് മകരം രാശിക്കാരെയാണ്. ചൊവ്വയ്ക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ക്രൂരദൃക്, ക്രൂരമായ ദൃഷ്ടിയോട് കൂടിയ ഗ്രഹമാകുന്നു ചൊവ്വ. അതിനാൽ പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ, വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഡിസ്ക്, നടുസംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മേടൻ രാശിക്കാർ ഈ ഒരു വാരം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ പ്രത്യേകിച്ച് 4ാം ഭാവാധിപനായ ഗ്രഹം ചന്ദ്രൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വളരെ ശക്തമായ ഒരു യോഗത്തെ പ്രദാനം ചെയ്ത് നിൽക്കുന്നു. വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ്. ഇവിടെ ചന്ദ്രൻ ഒരു അധ്യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. ചന്ദ്രൻ്റെ 7ാം ഭാവത്തിലാണ് ഒരു രാജയോഗം ചെയ്ത് വ്യാഴം നിൽക്കുന്നത്. അത് ഒരു രാജയോഗമാകുന്നു. ഒരു ഗ്രഹം ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ അധിപൻ്റെ ദൃഷ്ടി ആ ഗ്രഹത്തിനുണ്ടെങ്കിൽ അത് രാജയോഗമാണ്. അപ്രകാരം രാജയോഗമുണ്ട്. ഇവിടെ ഭൂമി ലാഭം, അപ്രകാരം തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ഇതൊക്കെ മേടൻ രാശിക്കാർക്ക് സംഭാവ്യമായ വാരമാണിത്. കുടുംബത്തിൽ തന്നെ അന്തഃഛിദ്രങ്ങൾ ഉണ്ടാകാം, ശത്രുക്കൾ ഉണ്ടാകാം. കാരണം 4ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. തൻ്റെ പ്രഭാവം കാരണം ബന്ധുക്കളും ജനങ്ങളും തന്നോട് കലഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ കലഹത്തിനുള്ളൊരു വേദി മേടൻ രാശിക്കാർ ഉണ്ടാകാതിരിക്കുക. ഇവിടെ പ്രത്യേകിച്ച് വാഹനാപകടം ശ്രദ്ധിക്കണം. അധോമുഖ രാശിയാണ് മേടൻ രാശി, ചതുഷ്പാദ രാശിയാണ്. അതിനാൽ വാഹന സംബന്ധമായ അപകടങ്ങൾ ഉണ്ടാവുക, കാശ് കൊടുത്ത് ധനനഷ്ടങ്ങൾ വരിക. ഭാര്യയ്ക്ക് മാത്രം സുഖമുള്ള സമയമല്ല. സ്ത്രീജനങ്ങളോട് രതി കുറയും. ശുക്രൻ 3ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് സ്ത്രീ സൗഹൃദങ്ങളാകാം, സ്ത്രീ സൗഹൃദങ്ങൾ അകന്നു പോകാം, അല്ലെങ്കിൽ തന്നെ ഭാര്യയോട് തന്നെ താല്പര്യക്കുറവുകൾ വരിക, ചെറിയ ചെറിയ ഫാമിലി ഇഷ്യൂസ് വന്നതുകൊണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മേടൻ രാശിക്കാർക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. ഇവിടെ പ്രത്യേകിച്ച് 6ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ ശത്രുക്കൾ ഉണ്ടെങ്കിലും ശത്രുക്കളെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശാരീരിക ക്ലേശങ്ങൾക്ക് പരിഹാരമായി ചൊവ്വാഴ്ചകളിൽ ഒരു ദേഹമുട്ട്, അപ്രകാരം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം ചൊവ്വാഴ്ച സാധിച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ച ചെയ്താലും വളരെ ഉത്തമമാകും. എല്ലാ മേടൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.